ഹായ് ഗായ്സ്, പത്തനംമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയുടെ വീട്ടിൽ പോയിട്ട് ബഹളം വയ്ക്കുകയാണ് കേട്ടോ അനാമിക. അങ്ങനെ നയനെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ അത് കണ്ടിട്ട് സഹിക്കാൻ മേലാതെ നന്ദു നല്ല അടി അങ്ങ് കൊടുക്കുന്നുണ്ട് അനാമികയ്ക്ക്. കിട്ടേണ്ട അടി തന്നെയാണ് അനാമികയ്ക്ക് കിട്ടുന്നത്. ഇനി അങ്ങോട്ട് ഓരോരോ അടികളും കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അതിനൊക്കെ പകരം വീട്ടുന്നുണ്ട് അനാമിക. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അനാമിക നയനയുടെ വീട്ടിൽ പോയിട്ട് അടി കൊണ്ടിട്ടൊക്കെ വരികയാണ്. വന്നു കഴിഞ്ഞ് ആകെപ്പാടെ കലിച്ചു തുള്ളി ഇങ്ങനെ നിന്നിട്ട് പറയുന്നുണ്ട്, അവളെന്തിനാ എന്നെ അടിച്ചത്? അപ്പം മുത്തച്ഛൻ പറയാണ്, അതൊരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ വേണമെന്ന് പറയാണ്. എന്തിനാ നീ നയനയെ പിടിച്ച് തള്ളാൻ പോയതെന്ന് പറയാം. അപ്പം അനാമികയ്ക്ക് സംശയം, അതെന്താ അവളെ പിടിച്ച് തള്ളിയല്ലേ, അവൾ വയ്യാതൊന്നും ഇരിക്കല്ലോ, ഇനി എന്താ അവളാണോ വല്യമ്മയ്ക്ക് കരൾ കൊടുത്തത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം മുത്തശ്ശി അറിയാതെ പറയുന്നുണ്ട്, വയ്യാതിരിക്കുന്ന നയനമോളല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇതെല്ലാം കൂടെ കേൾക്കുമ്പം അനാമികയ്ക്കും ജലജയ്ക്കും ജാനകിക്കും ഒക്കെ സംശയം തോന്നുകയാണ്. അവർ മുത്തശ്ശനും മുത്തശ്ശിക്കും ആദർശനും ഒക്കെ ചുറ്റും നിന്നിട്ട് പറയാണ്, എന്തുകൊണ്ട് എല്ലാവരും എന്തോ കാര്യം മറച്ചു വെക്കുന്നുണ്ടല്ലോ, എല്ലാം നയന അവിടെ പോയി നിൽക്കുന്നു, നയനയ്ക്ക് വയ്യായിക, എന്താ കാര്യം, ആരും ഒന്നും വിട്ടു തുറന്ന് പറയുന്നുമില്ല. അവളായിരിക്കുമല്ലോ എന്തായാലും വല്യമ്മയ്ക്ക് കരൾ കൊടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ കരൾ പോയിട്ട് ബ്ലഡ് പോലും കൊടുക്കില്ല. പിന്നെയാണ് വേറെ ഏതോ ഒരു കുട്ടി കൊടുത്തതിന് ഇവളവിടെ പോയി റെസ്റ്റ് എടുക്കുന്നത് എന്താ, ഇവക്കെന്താ വേറെ വല്ല അസുഖമുണ്ടോ മരിച്ചു പോകുന്നത് എന്നൊക്കെ ചോദിക്കുക അനാമിക. മുത്തശ്ശൻ പറയാം, അനാമിക നീ അങ്ങനെയൊന്നും ചാടണ്ടെന്ന് പറയാം. നയനമോൾ അവിടെ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് എന്ന് മുത്തശ്ശൻ പറയാണ്. അപ്പോൾ ദേവയാനിക്ക് ആകെപ്പാടെ ഒരു സംശയമാകുകയാണ് കേട്ടോ. നയനി എന്താണ് അവിടെ പോയി നിൽക്കുന്നതെന്നും ഒക്കെയുള്ള കാര്യത്തിൽ ദേവയാനിക്ക് സംശയമായിട്ട് ദേവയാനി ചോദിക്കുകയാണ്, ആദർശ എന്താ നയന അവിടെ പോയി നിൽക്കുന്നതെന്ന് നീയും പറഞ്ഞില്ല, ഇനി അവൾക്ക് എന്തെങ്കിലും വിശേഷമുണ്ടോ അതോ വേറെ എന്തെങ്കിലും അസുഖമുണ്ടോ അവൾക്ക് എന്ന് ചോദിക്കാൻ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല അമ്മേ, അവളവിടെ പോയി നിൽക്കുന്നതേ ഉള്ളൂ, അമ്മ തന്നെയല്ലേ പറഞ്ഞേ അവളോട് അവിടെ നിന്നാളാൻ. അപ്പം ദേവയാനി പറയാണ്, അങ്ങനെയല്ല, അങ്ങനെ നിന്നോളാൻ പറഞ്ഞാൽ അവൾ അവിടെ നിൽക്കത്തില്ല, അഥവാ നിന്നാലെന്താ, അവൾക്ക് എന്തോ വയ്യായിക ഉണ്ടെന്ന് നിങ്ങളെല്ലാവരും പറയുന്നുണ്ടല്ലോ, അവളെ പിടിച്ച് തള്ളിയപ്പം നന്ദു അനാമികയെ അടിക്കണമെന്നുണ്ടെങ്കിൽ അവൾക്ക് വയ്യായിക എന്തോ ഉണ്ടായിട്ടല്ലേ, എന്താ അവൾക്ക് പ്രശ്നം, അവളെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടെന്ന് കഴിഞ്ഞ ദിവസം അനാമിക പറയുകയും ചെയ്തു. അങ്ങനെ ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകാനും വീട്ടിൽ റെസ്റ്റ് എടുക്കാനും ഒക്കെ അവൾക്ക് എന്താ അസുഖം എന്നൊക്കെ ദേവയാനി ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു പോവുകയാണ് കേട്ടോ. മുത്തശ്ശൻ പറയാണ്, ഇനിയിപ്പോൾ എന്തായാലും ആരോടും മറച്ചു വെക്കുന്നില്ല, എന്നായാലും എല്ലാവരും അറിയേണ്ട സത്യം തന്നെയാണ്, നയൻ്റെ മോൾ എന്താ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തതെന്ന് നിങ്ങളെല്ലാവരും നാഴികയ്ക്ക് 40 വട്ടം ചോദിക്കുന്നുണ്ടല്ലോ. ദേവയാനി ഇന്ന് ജീവിച്ചിരിക്കുന്നതിന് കാരണം നയനമോൾ ആ സമയത്ത് അത് ചെയ്തില്ലായിരുന്നു എങ്കിൽ ദേവയാനി ഇന്ന് ഈ ഭൂലോകത്ത് തന്നെ കാണില്ലായിരുന്നു. അതുപോലൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നല്ലോ ദേവയാനി. അത്യാവശ്യമായിട്ട് ബ്ലഡ് വേണം എന്ന് പറഞ്ഞപ്പോൾ ബ്ലഡിനായിട്ട് ഓടി നടന്നു. അനാമികയോടുൾപ്പെടെ പലരോടും ഇവിടെ ചോദിച്ചു, ആരും ബ്ലഡ് കൊടുക്കാൻ തയ്യാറായില്ല. റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് കിട്ടിയതുമില്ല. നയനയുടെ മനസ്സിന് അലിവുകൊണ്ടാണ് അന്ന് ബ്ലഡ് കിട്ടിയത്. അതും ദേവയാനിയെ അറിയിച്ചില്ല. ഇഷ്ടമില്ലാത്ത മരുമകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ദേവയാനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, ദേവയാനി ഇത് സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിലോ എന്നൊക്കെ ആ പാവം വിചാരിച്ച്. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവളോട് പറഞ്ഞതാ, ഒട്ടും വയ്യ, ബോഡി വീക്കാണ്, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. എന്നിട്ടും ആ കുട്ടി കരൾ കൊടുക്കാനും തയ്യാറായി. കരൾ കിട്ടിയ സമയത്ത് അർജൻറ്റായിട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ദേവയാനി ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ? അന്നൊരു നിമിഷം നയന അത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വേറെ കരൾ കിട്ടാതെ ദേവയാനി ചിലപ്പം ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടാവില്ല, ഇന്ന് നമ്മളോടൊപ്പം ഇങ്ങനെ ആരോഗ്യത്തോടെ നിൽക്കില്ല. ഇതൊക്കെ നിങ്ങൾക്കറിയാവോ? മുത്തശ്ശൻ ഇങ്ങനെ ചോദിക്കുമ്പം ദേവയാനി ഒക്കെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ജലജ ചോദിക്കുക, എന്താച്ചാ പറയുന്നത്, അപ്പം ഏടത്തേക്ക് കരൾ കൊടുത്തത് നയനയാണെന്നാണോ? അപ്പം മുത്തശ്ശൻ പറയാണ്, എന്താ സംശയം, നയന മോള് തന്നെയാണ് അത് ചെയ്തത്, ആരെ അറിയിക്കേണ്ടെന്ന് ആദർശം ഒക്കെ എടുത്ത തീരുമാനം തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയായിരുന്നു. ഞാനും മുത്തശ്ശിയും ഈ അടുത്ത ദിവസം അവിടെ പോയപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്. അതുകൊണ്ടാണ് അവൾക്ക് ഞാൻ കുറച്ച് സ്വർണം കൊണ്ട് കൊടുത്തത്. മുത്തശ്ശിയുടെ ആഗ്രഹമായിരുന്നത്, കാരണം അത് ചെയ്യേണ്ടതുമാണ് എന്ന് പറയുമ്പോൾ ദേവയാനി ചോദിക്കുക, എന്നിട്ട് എന്താ ആദർശം നീ എന്നോടിത് മറച്ചു വെച്ചത്? എന്നോടൊരു വാക്ക് നിനക്ക് പറയായിരുന്നല്ലോ, നയനയാണ് ഇത് ചെയ്യുന്നത്, നയനയുടെ കരളാണ് വെക്കാൻ പോകുന്നതെന്ന്. അമ്മേ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അതിനെ എതിർക്കില്ലേ? മരിച്ചാലും വേണ്ടില്ല, നയനയുടെ കരൾ വേണ്ടെന്ന് അമ്മ പറയില്ലേ? എന്താ സംശയം? അമ്മയ്ക്ക് വാശിയും വൈരാഗ്യമല്ലേ ഏറ്റവും വലുത്, അല്ലാതെ മനുഷ്യത്വമല്ലല്ലോ.
പക്ഷേ നയനയ്ക്ക് അതല്ല. നയനയുടെ ജീവൻ ആപത്താണെന്ന് വരെ ഡോക്ടർ പറഞ്ഞിട്ട് അവളതിന് സമ്മതിക്കുകയായിരുന്നു. അതുപോലെ തന്നെ അവളുടെ വീട്ടുകാരും. അറിയാമോ എന്ത് വിഷമത്തോടെയാണ് അവളുടെ അച്ഛനും അമ്മയൊക്കെ അതിന് സമ്മതിച്ചെന്ന്? അപ്പോഴേക്കും ദേവയാനി ഒന്നും മിണ്ടുന്നില്ല. എന്നാലും ഇതെനിക്കൊരു വിഷമായി. ഞാനിനി എന്താ ചെയ്യുക? മരിച്ചിരുന്നേ ഇതിനു ഭേദമായിരുന്നു. അപ്പോഴേക്കും ഉടനെ തന്നെ മുത്തശ്ശൻ പറയാണ്, ദേവയാനി, നീയാണ് ഈ അനന്തപുരി തറവാടിൻ്റെ ശാപം. കാരണം നീയാണിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. ഇത് വളരെ മോശമായിപ്പോയി ദേവയാനി. നിൻ്റെ ജീവൻ രക്ഷിച്ചവളാണ് അവൾ. എന്നിട്ട് നീ പറയാണ് ആ കരള് കിട്ടിയില്ലാതെ മരിച്ചു പോയിരുന്നെങ്കിൽ അത്രയും നന്നായെന്ന്. നിൻ്റെ മനസ്സൊക്കെ എന്താണ്? എന്താണ് നീ ദേവയാനി നീ നന്നാവുന്നത്? മരണത്തിൻ്റെ മുഖം വരെ എത്തിയതല്ലേ നീ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ദേവയാനി ഒന്നും മിണ്ടാതെ അങ്ങ് കയറിപ്പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് മുറിയിൽ ചെന്നിട്ട് ദേവയാനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ദൈവമേ, നയനെയാണോ എനിക്ക് കരള് തന്നത്? ഞാൻ അവളെ എന്തുമാത്രം കുറ്റം പറഞ്ഞതാണ്. അവളെ ഞാൻ വെറുക്കുന്നു, ഇന്നും വെറുക്കുന്നു. എന്നിട്ടും അവളെ എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഉപകാരം ചെയ്തോ? ഇതോ ഇനി ആദർശം മറ്റുമൊക്കെ നുണ പറയുന്നതാണോ? ഏയ്, ആയിരിക്കില്ല. ചിലപ്പോൾ അവളെ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവൾ വീട്ടിൽ പോയി നിൽക്കുന്നത്. ഇനിയിപ്പം ഞാൻ അവളോടൊന്നും കടപ്പെട്ടിരിക്കുമല്ലോ അല്ലേ? ഇല്ല, ഞാൻ എൻ്റെ വ്യക്തിത്വം മാറ്റാനൊന്നും പോകുന്നില്ല. എനിക്ക് അവളോട് സ്നേഹം നടിക്കാനൊന്നും പറ്റില്ല. മനസ്സിലേക്ക് കയറി കൂടുവാണെങ്കിൽ കൂടട്ടെ, അല്ലാതെ പെട്ടെന്ന് അവളോട് പോയി മാപ്പ് പറയാനൊന്നും എനിക്ക് വയ്യ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ചിന്തിക്കുകയാണ് കേട്ടോ. ദേവയാനിയുടെ മനസ്സിലൊരു ദുരഭിമാനമൊക്കെ വരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അനാമികയ്ക്ക് ഇതങ്ങ് കേട്ട് കഴിയുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. അനാമിക ഓടിപ്പോയി രേവതിയെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാ, അമ്മേ, ഒരു വിശേഷം അറിയണോ? ആ ദേവയാനി വല്യമ്മയ്ക്കില്ലേ, കരള് കൊടുത്തത് ആരാണെന്നറിയോ? നയനയാണത് ചെയ്തത്. ഇന്ന് ഇവിടെ ഇതെല്ലാം വെളിപ്പെടുത്തി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ പോയപ്പോൾ ആ നന്ദു എന്ന് പറഞ്ഞവളും എന്നെ അടിച്ചിട്ടെന്ന്. ആ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പം മുത്തശ്ശൻ ഇവിടെ എല്ലാവരോടും പറഞ്ഞു നയനയാണത് ചെയ്തതെന്ന്. ആയിരിക്കും, അതല്ലേ അവൾ അവിടെ പോയി നിൽക്കുന്നത്. അപ്പോൾ ഉടനെ പറയുകയാണ് കേട്ടോ രേവതി, മോളെ അവളാണോ? ഇനിയിപ്പോൾ ദേവയാനിക്ക് അവളോടുള്ള സ്നേഹം കൂടുമല്ലോ. പിന്നെ നിനക്കിനി ആരാ അവിടെ ഒരു സപ്പോർട്ടിനുണ്ടാവുക? അപ്പോൾ ഉടനെ അനാമിക പറയാണ്, ഏയ് അതില്ല, എങ്ങനെയെങ്കിലും വല്യമ്മ മാറ്റിയെടുക്കണം. അവളോട് സ്നേഹം ഉണ്ടാകാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുകൾ ചെയ്യണം എന്ന് പറയുകയാണ് കേട്ടോ. എന്നാലും അമ്മേ, ആ നന്ദു അവളെന്നെ അടിച്ചു. അതിനെനിക്ക് എന്തെങ്കിലും പ്രതികാരം ചെയ്യണം. എനിക്ക് നന്ദുവിനെ ഒന്ന് പിടിവള്ളിയിട്ട് പിടിച്ചു നിർത്തണം. അപ്പോൾ ഉടനെ രേവതി പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അതെന്താന്ന് വെച്ചാൽ നീ ഒരു കേസ് കൊടുക്കുക. ഗാർഹിക പീഡനത്തിന് നിന്നെ നന്ദുവും അനിയും ചേർന്ന് അടിച്ചെന്ന് പറഞ്ഞ ഒരു കേസ് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. അത് എതിർത്ത് നിന്നെ അടിച്ചെന്നാക്കണം എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ നന്ദു എന്നോടുള്ള ദേഷ്യത്തിന് അനാമിക പറയാണ്, ശരി, ഞാൻ അങ്ങനെ ചെയ്യാം, ഞാൻ കേസ് കൊടുക്കാമെന്ന് പറയാം. അങ്ങനെ ഉടനെ കേസ് കൊടുക്കുകയാണ് കേട്ടോ അനാമിക. അങ്ങനെ പോലീസ് നന്ദുവിനെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോവാം. അപ്പോൾ അനിയെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരും കൂടി എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. ഇവർ രണ്ടും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. അത് ഞാൻ ചോദ്യം ചെയ്തപ്പോൾ ഈ നന്ദുവും ഈ അനിയും എന്നെ അടിച്ചു. അതിന് കേസെടുക്കണം എന്ന് പറയാണ്. അപ്പോൾ SI ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദു പറയാണ്, അത് സാറേ, എനിക്ക് വേറൊരു വിവാഹം വരെ ആലോചിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഞാനും അനിയും തമ്മിൽ യാതൊരു അവിഹിത ബന്ധവും ഇല്ല. ഇതിപ്പം അനാമിക വെറുതെ കെട്ടിച്ചമച്ചതാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇനി ആദർശമൊക്കെ വന്നിട്ടാണ് നന്ദുവിനെ ജാമ്യത്തിൽ ഇറക്കുന്നത്. അങ്ങനെ ഒരു സീനൊക്കെ നമുക്ക് വരാൻ പോകുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്